ഷാക്കിർ, ഞാൻ താങ്കളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഷാക്കിർ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയാണ്, യൂത്ത് ലീഗിൻ്റെ ദേശീയ സെക്രട്ടറിയാണ്. പക്ഷേ ഷാക്കിർ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വക്താവായിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ വിഷയം ബംഗ്ലാദേശ് കലാപമാണ്. ബംഗ്ലാദേശിലെ ഹിന്ദു വംശീയ ഹത്യയാണ് ഇവിടുത്തെ വിഷയം. ഹിന്ദു സംഘടനാ നേതാവിനെ ദാരുണമായി കൊലപ്പെടുത്തി. അതാണിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതിനെ അപലപിക്കാതെ ജനറലൈസ് ചെയ്യുകയാണ്. മാത്രമല്ല, അവിടെ നിന്ന് ആ ബംഗ്ലാദേശ് വിഷയം മറന്നുകൊണ്ട് ഇന്ത്യയിലേക്ക് വന്ന് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത്, വർഗീയതകളിൽ കൊല്ലപ്പെട്ടത് മുസ്ലിംകാരാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണ് താങ്കൾ നടത്തിയത്. മാത്രമല്ല, പ്രതിസ്ഥാനത്ത് RSSനെ നിർത്തുകയും ചെയ്തു. ഷാക്കിർ ഒന്ന് മനസ്സിലാക്കൂ, എന്താണ് ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് എന്ന് താങ്കളൊന്ന് മനസ്സിലാക്കൂ. ഷാക്കിർ ഒരു മനുഷ്യസ്നേഹിയാണ് എന്ന് താങ്കൾ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ കാരണങ്ങളിലേക്ക് താങ്കൾക്ക് എത്താൻ പറ്റും. ഷാക്കിർ ബംഗ്ലാദേശിൽ നടക്കുന്നതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയതെന്ന് മാത്രം പറഞ്ഞാൽ മതി. നമുക്ക് ഭാരതം വിടാം തൽക്കാലം, ബംഗ്ലാദേശിൽ നിന്ന് സംസാരിക്കാം. പറയൂ. അതിനു മുമ്പ് ഗോകുല് പറഞ്ഞ ചില പ്ലീസ് അതിലേക്ക് പോയരുത്. പറഞ്ഞു തീർത്തിട്ട് ഗോകുലിന്റെ ആൾക്കാരും FBയിൽ ഇട്ടിട്ട് പിന്നെ എന്താ പറയാ വേറെ രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോകും. അതിന് ഞാൻ ആഗ്രഹിക്കണില്ല. നമുക്ക് നമ്മളുടേതായ കാര്യങ്ങൾ ഇപ്പോൾ സർക്കാർ കണക്കനുസരിച്ച് ഈ ഗോകുല് പറഞ്ഞതുപോലെ 1044 മരണങ്ങളാണ്, 790, 254. എന്നാൽ അത് BJP സർക്കാരിന്റെ കണക്കാണ്. അവിടെ പിന്നെ 1926 മുതൽ 2000 വരെയാണ് ഒരു കണക്ക് ഇപ്പോ നേരത്തെ ഇവിടെ പുറത്തു വിട്ടിട്ടുള്ളത്. വിശദമായിട്ട് വേണമെങ്കിൽ ചർച്ച ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഡാറ്റ എടുത്ത് തന്നെ ചർച്ച ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞു ഇതിന് ഡാറ്റ ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചപ്പോ ഞാൻ അതിന് മറുപടി പറഞ്ഞപ്പോ നിങ്ങൾക്കൊന്നും പറയാനില്ല. എന്തേലും 1944 നിങ്ങൾക്ക് ഈ 1044 ചെറിയ ഫിഗർ ആണോ? 1044 എന്താ നിങ്ങൾക്ക് അത് ന്യായം പറയാനുള്ളത്? ഭാരതീയരല്ലേ? ഭാരതത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യണ്ടേ? ഇവിടെ ഒരു കാര്യം പറയുമ്പോൾ വേറെ കാര്യം, അതാണ് നിങ്ങളുടെ ടാക്ടിക്. എനിക്കൊരു ഡൗട്ട് അതിനകത്ത് ക്ലിയർ ചെയ്യാനുണ്ട്. അല്ലല്ല, എനിക്ക് അതിനകത്തൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ്. ആ ഡൗട്ട് അദ്ദേഹം ഒന്ന് ക്ലിയർ ചെയ്താൽ മതി. 1900 മുതൽ 2000 എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സംഖ്യ അതിന്റെ ഇരട്ടി പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഡബിൾ ആണ്. ഓൾമോസ്റ്റ് അല്ല, ഡബിൾ തന്നെയാണെന്നുള്ള രീതിക്ക് നമുക്ക് ചുരുക്കാം. അപ്പോൾ ഈ 1000 മനുഷ്യരെ കാണാതായി കഴിഞ്ഞാൽ ഒരു പ്രദേശത്ത് നിന്ന് തീർച്ചയായിട്ടും ആ മനുഷ്യർക്ക് ബന്ധുക്കൾ ഉണ്ടാവും, ആ മനുഷ്യർക്ക് ഐഡന്റിറ്റി ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ അയൽക്കാരെങ്കിലും ഉണ്ടാവും, അവരുടെ കൂടെ പഠിച്ച ആൾക്കാരുണ്ടാവും, സുഹൃത്തുക്കൾ ഉണ്ടാവും, പല തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവും. ഈ 1000 പേർക്ക് പോട്ടെ, ഈ 1000 പേർക്കില്ലെങ്കിൽ 100 പേർക്കെങ്കിലും ഉണ്ടാകും. ഈ 100 പേരുടെ എങ്കിലും പേരും വിലാസവും ഐഡന്റിറ്റിയും ഫോട്ടോയും ഗുജറാത്ത് കലാപത്തിന് ശേഷം ഇവരെ ആരെയും കാണുന്നില്ല, മരണം ഒഫീഷ്യലായിട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് 2004-നും 2014-നും ഇടയ്ക്ക് നിങ്ങളുടെ UPA സർക്കാർ എടുത്തിരിക്കുന്ന ഒരു നടപടി എനിക്ക് കാണിച്ചു തരാമോ? ഒരു നടപടി കാണിച്ചു തന്നാൽ മതി. യെസ്.